പുതിയ ഗവർണർ RSSകാരനായ സംഘി തന്നെയാണെന്ന് ചുമതലയേറ്റ ആദ്യ ദിവസം തന്നെ തെളിയിച്ചിരിക്കുകയാണ്. കേന്ദ്രത്തിനും ഗവർണർക്കുമിട്ട് പണിയാമെന്ന സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള പദ്ധതിക്ക് അസൽ കൊട്ടു നൽകിയിരിക്കുകയാണ് പുതിയ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഗവർണർ ചുമതല ഏൽക്കുന്നതിന് മുമ്പ് ഒരു അഴിച്ചുപണി നടത്തിയതാണ് പിണറായി സർക്കാർ. പക്ഷെ എന്ത് ചെയ്യാനാ, അഴിച്ചുപണി നടത്തിയ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്തത്. എന്നാൽ ഇതിന്റെ തലേ ദിവസം തന്നെ അടിയന്തരമായി രാജ്ഭവനിലെ 2 സുരക്ഷാ ഉദ്യോഗസ്ഥരായ പോലീസുകാരെ സ്ഥലം മാറ്റി. പകരം 3 പേരെ നിയമിച്ചു. ഗവർണറുടെ സുരക്ഷാ ചുമതലയുള്ള സോജൻ JS, അജിത് കുമാർ NS എന്നിവരെയാണ് അടിയന്തരമായി സ്ഥലം മാറ്റിയത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെ തടഞ്ഞ സംഭവങ്ങളിലെ സാക്ഷിയായിരുന്നു ഇരുവരും. തടഞ്ഞവർക്കെതിരെ ഇവരുടെ മൊഴി ശക്തമായ തെളിവായിരുന്നു. പ്രതികാര നടപടിയായി ആരിഫ് ഖാൻ പോയതിനു പിന്നാലെ ഇവരെ അടിയന്തരമായി വയനാട്ടിലേക്ക് മാറ്റി. പകരക്കാരായി SBAP ബറ്റാലിയനിലെ സജികുമാർ B, അരുൺ A, KB ബറ്റാലിയനിലെ ബിജു പ്രിയദർശൻ എന്നിവരെ രാജ്ഭവനിലേക്ക് നിയമിച്ചു. അടിയന്തര സ്ഥലം മാറ്റം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ DGPയുടെ ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിനെ വിളിച്ചു വരുത്തി സ്ഥലം മാറ്റം റദ്ദാക്കാൻ നിർദ്ദേശിച്ചു. ഗവർണറുടെ ആവശ്യം അപ്പോൾ തന്നെ ADGP അംഗീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി BJP കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള അർലേക്കർ കറ കളഞ്ഞ RSSകാരനാണ്. ഗോവയിൽ നീണ്ടകാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ അദ്ദേഹം 1989 മുതലാണ് BJP സജീവമായി പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. ഗോവയിൽ BJPയുടെ ജനറൽ സെക്രട്ടറി, ഗോവ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാൻ, ഗോവ SC ആൻഡ് അതർ ബാക്ക്വേർഡ് ക്ലാസിഫിക്കേഷൻ ഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ, BJP സൗത്ത് ഗോവ പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. 2014 മനോഹർ പരീക്കർ കേന്ദ്രമന്ത്രിസഭയിൽ പ്രതിരോധ വകുപ്പ് മന്ത്രിയായി നിയമിതനായപ്പോൾ അർലേക്കറിനെ ഗോവ മുഖ്യമന്ത്രിയായി പരിഗണിച്ചിരുന്നു. ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ലക്ഷ്മികാന്ത് പർലേക്കർ മുഖ്യമന്ത്രിയായി നിയമിച്ചത്. 2015 ഗോവ മന്ത്രിസഭാ പുനഃസംഘടനയിൽ അർലേക്കർ വനം പരിസ്ഥിതി മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2021 ജൂലൈ മാസത്തിലാണ് ഹിമാചൽ പ്രദേശിന്റെ ഗവർണറായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 ഫെബ്രുവരിയിൽ ബീഹാറിന്റെ 29ാമത് ഗവർണറായി നിയമിതനായി.